കൊച്ചി നഗരത്തിലെ DJ പാർട്ടികൾക്ക് മേൽ പിടിമുറുക്കി പോലീസ്. ഇന്നു മുതൽ സെൻട്രൽ സബ് ഡിവിഷനിലെ എല്ലാ DJ പാർട്ടികളും രാത്രി 11 മണിക്ക് അവസാനിപ്പിക്കാൻ കർശന നിർദ്ദേശം. നഗരപരിധിയിലെ ബാറുകൾ 12 മണിക്ക് പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നും സെൻട്രൽ ACPയുടെ നിർദ്ദേശം. ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ നീക്കം. രാത്രികാലങ്ങളിൽ ബാറുകളിലും DJ പാർട്ടികളിലും ക്രിമിനൽ സംഘങ്ങൾ വിലസുന്നു എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. റാംഷാ CP വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. റാംഷാ, ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് ഗൗരവതരമാണ്. അത് ഒന്ന്, ഈ ക്രിമിനൽ കേസുകളിൽപ്പെട്ട ആളുകൾ ഈ DJ പാർട്ടികളുടെ ഭാഗമാകുന്നു എന്നുള്ളത് ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ടതാണ്. മറ്റൊന്ന്, വ്യാപകമായി ലഹരി ഈ DJ പാർട്ടികളിൽ ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കർശനമായ നിയന്ത്രണങ്ങൾ വരും. അതേത് തരത്തിലായിരിക്കും റാംഷാ? റിജിത്ത്, അതുതന്നെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇത്തരം DJ പാർട്ടികളുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ സംഘങ്ങൾ എത്തുന്നു എന്ന് മാത്രമല്ല, ഇവിടെ ലഹരി ഉപയോഗം വലിയ നിലയിൽ നടക്കുന്നു. അത്തരം ആളുകൾ ഇത്തരം പാർട്ടികളിൽ വലിയ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ നിയന്ത്രണങ്ങൾ നടത്താൻ പോലീസ് തയ്യാറാകുന്നത്. ഇന്നു മുതൽ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വരും. കൊച്ചി നഗരത്തിൽ സെൻട്രൽ സബ് ഡിവിഷന് കീഴിലുള്ള എല്ലാ DJ പാർട്ടികളും 11 മണിക്ക്, രാത്രി 11 മണിയോടുകൂടി അവസാനിപ്പിക്കണം എന്ന കർശന നിർദ്ദേശമാണ് ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്നത്. സെൻട്രൽ ACPയുടെ നിർദ്ദേശമാണ് ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്നത്. ഏതായാലും ബാറുകൾ 12 മണിയോടുകൂടി അവസാനിപ്പിക്കണം, ക്ലോസ് ചെയ്യണം എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ബാർ ഉടമകളും അതുപോലെ തന്നെ ഈ DJ പാർട്ടികളുടെ സംഘാടകരുമായൊക്കെ പോലീസ് ചർച്ചകൾ നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയിലാണ് ഇപ്പോൾ ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും ഇന്നു മുതൽ ആ നിർദ്ദേശം പ്രാബല്യത്തിൽ വരും. 11 മണിക്ക് DJ പാർട്ടികൾ അവസാനിക്കും, 12 മണിക്ക് ബാറുകൾ ക്ലോസ് ചെയ്യും. അങ്ങനെ അല്ലാത്ത പക്ഷം കർശന നടപടികൾ ഉണ്ടാകും എന്നതും പോലീസ് അറിയിക്കുന്നുണ്ട്. റിജിത്ത്. ശരി, റാംഷാ CP കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. എന്തായാലും ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് നമ്മൾ കരുതുന്നത്.